2023 ഇഗ്നീസിൻ്റെ സിഗ്മ മോഡലിൽ എന്തെല്ലാം ആക്സസറീസ് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലായിട്ട് കുറച്ചധികം ആക്സസറീസ് അറൗണ്ട് 70,000 രൂപയുടെ ആക്സസറീസ് ചെയ്തൊരു വണ്ടിയാണ്. ഓരോ ആക്സസറീസിൻ്റെ പ്രൈസ് എത്രയാണ്, എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്, അത് ഷോറൂമിൽ നിന്നാണ് പുറത്തുനിന്ന് വേറെ എന്തെല്ലാം ആക്സസറീസ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ആക്സസറീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം ഈ ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് വിത്ത് കവർ 4,600 രൂപയാണ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അത് ഹാലജൻ ലൈറ്റ്സ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി. ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബേസ് മോഡൽ തൊട്ട് ടോപ്പ് മോഡൽ വരെ നിങ്ങൾക്ക് കിട്ടുന്നത് 15 ഇഞ്ച് റിംസാണ്. അപ്പോൾ ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അലോയ് വീൽ മാത്രം മേടിച്ചാൽ മതി. ഇത് ഒരു സെറ്റിന് 9,600 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് വണ്ടിയുടെ കൂടെ മേടിക്കുമ്പോൾ അവർ ഡിസ്കൗണ്ട് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും നല്ല പ്രീമിയം ലുക്ക് കിട്ടുന്ന ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ്. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ബലേനോയിലൊക്കെ കണ്ടുവന്നിരിക്കുന്ന സെയിം അലോയ് വീൽസ് നിങ്ങൾക്ക് ഇഗ്നിസിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വരുന്നത് മഡ് ഫ്ലാപ്പാണ്. അതിന് വരുന്ന 690 രൂപയാണ്. ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇവിടെയും ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട്. അത് ഈ സിഗ്മ ഡെൽറ്റ 2 മോഡലിൽ മാത്രമേ മഡ് ഫ്ലാപ്പ് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന് തൊട്ട് മോഡൽ വരുന്ന വെർഷനിലെല്ലാം ഇവിടെ ഒരു ഫുൾ കവറിൽ ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ റെയിൻ ഗാർഡ് ആക്സസറി ആയിട്ട് ചെയ്തതാണ്. ഇതിന് വരുന്നത് 1,690 രൂപയാണ്. ഇതിൻ്റെ ഒരു സിൽവർ കളറിലുള്ള സിൽവർ പീസൊക്കെ ഉള്ളൊരു റെയിൻ ഗാർഡ് വരുന്നുണ്ട്. അതിന് വരുന്നത് 1,000 റുപ്പീസ് എങ്ങാണ്ടാണ്, 200-300 രൂപ എങ്ങാണ്ടാണ് കൂടുതൽ വരുള്ളൂ. പിന്നെ ഇതിന് ബേസ് മോഡലായതുകൊണ്ട് മോഡൽ റൂഫ് റെയിൽ കാര്യങ്ങളൊന്നുമില്ല. അത് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഷോറൂമിൽ മേടിക്കുന്ന സമയത്ത് അന്വേഷിച്ച് നോക്കിയാൽ മതി. അത് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു നമ്മളിങ്ങനെ ബോഡിയുമേ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ടൈപ്പാണ്. പുറത്തുനിന്ന് ഒട്ടിക്കുന്ന ടൈപ്പ് ആക്സസറി ആയിട്ട് ജസ്റ്റ് ഷോയ്ക്ക് മാത്രം വേണ്ടി ചെയ്യാൻ പറ്റും. അതിന് അറൗണ്ട് 1,800-2,000 രൂപയുടെ അടുത്തേ പ്രൈസ് വരുള്ളൂ. പിന്നെ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ സ്പോയിലർ ചെയ്യാം. അത് ഷോറൂമിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4,100 രൂപയാണ് സ്പോയിലറിൻ്റെ പ്രൈസ് വരുന്നത്. സ്പോയിലറും കൂടി വന്നു കഴിയുമ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി കാണാൻ ഭയങ്കര ലുക്കാണ്. പിന്നെ ബാക്കിൽ ചെയ്തിരിക്കുന്ന ഈ ക്രോം ഗാർണിഷാണ്. ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് 1 സെക്കൻഡ് ഞാനൊന്ന് നോക്കട്ടെ. ക്രോം ഗാർണിഷിന് പ്രൈസ് വന്നിരിക്കുന്നത് 4,990 രൂപയാണ്. ഇതിന് പറയുന്ന പേര് ബ്ലാക്ക് മിഡ് സ്പോയിലർ എന്നാണ് ഈ സാധനത്തിന് പറയുന്ന പേര്. ഇതിന് പ്രൈസ് വന്നിരിക്കുന്നത് 4,990. ഇതാണ് വണ്ടിയുടെ പുറത്തുനിന്ന് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. ഈ ആക്സസറീസ് ഇവിടെ നമുക്ക് ഇൻറ്റീരിയറിലും കൂടി നോക്കാം. ഈ ടോട്ടൽ ആക്സസറീസ് ഒരു കോംബോ പ്രൈസായിട്ട് കിട്ടുന്നുണ്ട്. ഇൻഡിവിജ്വലി പ്രൈസ് വരുമ്പോഴും ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞൊരു 70,000 രൂപയുടെ അടുത്ത് വരും. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യിക്കാം. കോംബോ ആയിട്ടാണെങ്കിൽ ഈ ഫുൾ പാക്കേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആക്സസറി ചെയ്യിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ഫ്ലോർ മാറ്റ് ഉണ്ട്. ഇഗ്നിസിന്ന് ലേബൽ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചൊരു ഫ്ലോർ മാറ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. 1,800 രൂപയാണ് ഈ ഫ്ലോർ മാറ്റിൻ്റെ പ്രൈസ് വരിക. ഇഗ്നിസിന്ന് ലേബലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യണം. പിന്നെ ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് കവറാണ്. സീറ്റ് കവറിൻ്റെ പ്രൈസ് വരുന്നത് 6,500 രൂപയൊക്കെയാണ്. 6,700 പറയണത് 1,500 കിട്ടും. ആ പുറത്തെ ബ്ലൂ കളറിനോട് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൂ സ്ട്രിപ്സ് വരുന്ന ഒരു സീറ്റ് കവറാണ് വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് 690 രൂപയാണ് സ്റ്റിയറിംഗ് ഗ്രിപ്പിന് പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെ അവർ മാക്സിമം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് മ്യൂസിക് സിസ്റ്റമാണ്. അതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇത് പൈനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പൈനിയറിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിന് പ്രൈസ് വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഇതിന് പ്രൈസ് ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ വരുന്നത് 12,500 രൂപയാണ്. പിന്നെ 4 സ്പീക്കേഴ്സിന് എക്സ്ട്രാ 5,690 രൂപയും വരുന്നുണ്ട്. അപ്പോൾ 4 സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം പോലെയുള്ള ഒരു ഒരു ഭംഗി കാര്യങ്ങൾ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടക്കും. ഇതിലിപ്പോൾ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടില്ല. റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. അതിന് പ്രൈസ് വരുന്നത് അറൗണ്ട് 4,800-5,000 രൂപയാണ് റിവേഴ്സ് ക്യാമറയ്ക്ക് പ്രൈസ് വരുന്നത്. ഇതാണ്
ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ആക്സസറീസ് ഒരു കോംബോ പ്രൈസ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞോളാം. അതിന് ടോട്ടലി ഇൻഡിവിജ്വലായിട്ട് പറയാൻ നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് ഒരു 75,000 രൂപയുടെ അടുത്ത് വരും, ഇൻക്ലൂഡിങ് അലോയ് വീൽസ്. ഇതുപോലെ പാക്കായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു 69,000 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇഗ്നിസിന് കുറച്ചധികം പാക്കുകൾ അവൈലബിൾ ആണ്. പല എന്താ പറയുക, റൂഫിന് കളർ കൊടുക്കാനും മറ്റ് ഓരോരോ പാക്കുകളായിട്ട് അവൈലബിൾ ആണ്. അത് ഷോറൂമിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ ആക്സസറീസും മാക്സിമം ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാം. അതാവുമ്പോൾ കമ്പനിയുടെ വാറണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും കുഴപ്പം വരില്ല. പക്ഷേ പുറത്തുനിന്ന് ആക്സസറീസ് ചെയ്യുന്ന പലരും പറയുന്നുണ്ട് വയർ കട്ടിങ് ഇല്ല, കാര്യങ്ങളില്ല, അവർ അല്ലാണ്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എൻ്റെ റിയാലിറ്റി എന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ഞാനൊരു ബ്രസ് ഓണറാണ്. ഞാൻ ഒരു ആക്സസറീസും പുറത്തുനിന്ന് ചെയ്യിച്ചിട്ടില്ല. ആക്സസറീസ് പുറത്തുനിന്ന് ചെയ്യിച്ചിട്ടില്ലെന്നല്ല, ചെയ്യിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽപരമായ ആക്സസറീസ് എല്ലാം ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണ്. കാര്യം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ലായിരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഫ്യൂച്ചറിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരെ സർവീസിൽ ചെല്ലണ സമയത്ത് അവർ ആദ്യം നോക്കുന്നത് പുറത്തുനിന്ന് ചെയ്ത ആക്സസറീസിൻ്റെ പ്രശ്നം കൊണ്ടാണോ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നതെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ വാറണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ സാധാരണ പുറത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരാറില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് യുവർ ചോയ്സ്. അതിനകത്തൊരു എക്സാമ്പിൾ ഇത് കണ്ടോ, ഇതൊരു എനിക്ക് തോന്നുന്നു 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. ഇത് പുറത്തുനിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡിന് നല്ല അടിപൊളി 9 അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം കിട്ടും നമുക്ക്. നല്ല സൂപ്പർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം നമുക്ക് കിട്ടും. പക്ഷേ അപ്പോൾ അവർ കമ്പനി അതിന് വാറണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് തരില്ല. കാര്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.